അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുബായ് ട്രിപ്പാണ്. ദുബായിൽ നമ്മളൊരു ചെറുക്കൻ വന്നിട്ടുണ്ട്, നമ്മളെ ചങ്കാണ്. അപ്പോൾ ആള് അബുദാബിക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഓന് 4 വർഷം മുമ്പ് അബുദാബി UAE ഒക്കെ ഒഴിവാക്കി നാട്ടിൽ സെറ്റിൽ ആവാൻ വേണ്ടി പോയ മനുഷ്യനാണ്. എല്ലാരും കഥ അതൊക്കെ തന്നെയാണ്. ഒരു 4 കൊല്ലം കഴിഞ്ഞപ്പോ 4 കൊല്ലം അവിടെ നിന്ന് ലാസ്റ്റ് ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ദുബായിലുണ്ട്. അപ്പോൾ ദുബായിൽ 2 ദിവസത്തെ മറ്റേ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് അബുദാബിക്ക് ഓനെ പൊക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അവിടെ പോയിട്ട് പൊക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇന്നത്തെ പരിപാടി ഓനെ പൊക്കലാണ്. നമുക്ക് ഒരു ചായ കുടിക്കാന്നുള്ള ഇതിൽ ഷഹാമയിൽ എത്തിയപ്പോൾ ഒരു ചായ കുടിക്കാനൊരാഗ്രഹം. അപ്പോൾ ചായക്കുള്ള പരിപാടി ഇവിടെ ഇപ്പോൾ നല്ലൊരു ഏരിയ ആയി മാറിയില്ലേ. ദുബായ് പോകുമ്പോൾ ഒരുവിധം ഫുഡ് കഴിക്കാനോ ഇതിനൊക്കെ പറ്റിയൊരു ഏരിയയാണ് ഷഹാമയില്. നമ്മളെ ഡിയർഫീൽഡ് മാളിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡില് ബിഗ് ഷവർമ, ബിഗ് ബൈറ്റ്. എവിടെ? അവിടെ ഒരു ബിഗ് ബൈറ്റ് ഉണ്ട്. ഇത് റോസ് അങ്ങോട്ട് പോണോ അതോ അങ്ങോട്ട് വിളിച്ചെടുത്തണോ? ഇരിക്കണോ? ഇരിക്കണ്ടല്ലോ, ചൂടായിക്കാണോ? അപ്പൊ ചായ എത്തിക്കണു. നല്ലൊരു ചായയും ഇതെന്നാ ബീഫ് ഇറച്ചിപ്പത്തലോ എന്താണ് അതിന്റെ പേര്? ഇറച്ചിപ്പത്തിരി. ഞാനെന്ത് ചെയ്ത് കായ്പോള ഓർഡർ ചെയ്ത്. കായ്പോളയും നല്ല അടിപൊളി ചായ. കായ്പോള നല്ല രതീഷ്. അപ്പൊ രതീഷും കൂട്ടി അടിക്കാന്ന് വിചാരിച്ച്. പൊതുവെ ഞാന് മറ്റെന്താ പറയാ വെജിറ്റബിൾ സമൂസന്റെ ആളാണ്. പക്ഷേ എങ്കില് അത് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രതീഷിനെ ഓർഡർ ചെയ്തു. കേസ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നില്ല. ഇതാണ് അമ്പലം. ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അവിടെ കുറേ തിരക്കുണ്ട്. പക്ഷെ അതിനുള്ള ടൈമില്ല നമുക്ക്. അത് കാരണം ഞങ്ങൾ തിരിച്ചു പോവാണ്. എന്താ ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് പിന്നെ ഒരു ദിവസം ഞങ്ങൾ തിരിക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കയറുന്നില്ല. പിന്നെ ഒരു ദിവസം നമുക്ക് കയറുന്ന വീഡിയോസ് ഒക്കെ ചെയ്യാം. പിന്നെ കാണിച്ചു തരാം അമ്പലത്തിൻ്റെ വീഡിയോ. കാരണം അവിടെ കയറുമ്പോൾ ഒന്നാമത് നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം. അല്ലെങ്കിൽ ഇവിടുന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ. മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ മെയിലാണ് നമ്മളെ പേരും ഡീറ്റെയിൽസും ജസ്റ്റ് ഒരു റാൻഡം മെയിൽ അയച്ചിട്ട് അപ്രൂവൽ എടുക്കണം. പക്ഷെ ഇപ്പോൾ അവിടെ നല്ല തിരക്കുണ്ട്. ഒന്നാമത് ഇന്ന് ഞായറാഴ്ച അല്ലേ, ടൈം ഉണ്ടാവില്ല. പോവുകയാണെങ്കിൽ നേരെ ബീച്ചുണ്ട്. അവിടെ എന്താ പറയാ ഷഹാമിയിൽ ഒരു ബീച്ച് എന്താണ് എന്തോ ഒരു ബീച്ചുണ്ട്. അവിടെ കുറച്ച് തെങ്ങ് സാമഗ്രികളൊക്കെ ആയിട്ടുള്ള ഒരു ബീച്ചുണ്ട്. അവിടെ പോയി നോക്കട്ടെ. ഞങ്ങൾ കാണുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അത് റോഡ് സ്പീഡ് ഒരു 10 മിനിറ്റിന്റെ ഓട്ടം കൂടെ ഉണ്ട് നമുക്ക്. മ്യൂസിയം വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയാണ് അവിടെ ഒരു ബോട്ട് ഉണ്ട്. ആ ബോട്ട് എടുത്താലോ? എന്നാല് പണ്ട് PUBG ഒക്കെ കളിക്കുന്ന സമയത്ത് ബോട്ട് എടുത്ത് കണ്ട് പോകാനൊക്കെ എടാ അത് ഓലെ പ്രൈവറ്റ് സാധനങ്ങളാണെന്ന് തോന്നണടാ. അവിടെ ആരൊക്കെ മണ്ണപ്പം ചുട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുട്ടികൾ മണ്ണപ്പം ചുട്ട് കളിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പഴയ ഓർമ്മകൾക്ക് വേണമെങ്കിൽ ഒരു മണ്ണപ്പം ചൂടാ. അവിടെ കുട്ടനാടൻ കായലില് കൊച്ചുവെള്ളം തൊഴിയുന്നുണ്ട്. അവിടെ അത് കുറച്ച് വലുതാണല്ലോ. എല്ലാവരും പാടി ഇതായിട്ടുള്ള പരിപാടി അല്ലേ? അത് സൂം ചെയ്യാൻ പറ്റും, നോക്കാം. നാട്ടിലത്തെ വഞ്ചിന്റെ വൈബുണ്ട്. ഗ്ലാസ്സിൽ അതന്നെ സാർ മറ്റേ കടലുണ്ടി പോയതിന്റെ ആ ഭാഗത്തു കൂടി ഒക്കെ പോയ കുറെ കണ്ടൽ കാടുകളും അപ്പുറം ആരെങ്കിലും കർഷകരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യാം. ഇവിടെ വേറെ വ്ളോഗേഴ്സിനെ കണ്ടു.
നമുക്ക് ചോദിച്ചു നോക്കാം, നിങ്ങൾ വ്ളോഗേഴ്സ് ആണെന്ന് ചോദിച്ചു നോക്കാം. ഇതൊക്കെ രണ്ടാൾ ഇന്ന് നല്ല വീഡിയോസ് എടുക്കുന്നുണ്ട്. ഞാൻ കല്ലിട്ടെന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം. വ്ളോഗ ഏതൊക്കെ നിങ്ങളെ ചാനല്? ഏത്? അലിമാലിയ. ആ, ഒരു വലിയ സംഭവമാണ്, ഗിംബലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രൊഫഷണലാണ്. ചെറിയ വാഴയുള്ളോ? വാഴയാണല്ലോ. വാഴക്കന്നാ കന്നാണ് ഇത്. മറ്റേ ഇത് വലുതാവൂല, കൊലക്കണ വാഴ അല്ലാതെ. അത് അങ്ങനെയൊന്നും അല്ലടാ. തെങ്ങുള്ള ബീച്ച് എന്ന് പറയുന്നത് മൂസിം പറഞ്ഞ തെങ്ങ് ഇതാട്ടാ. നാലെണ്ണുണ്ട്. യൂറിയന്റെ കുറവുണ്ട് നന്നായിട്ട്. ഒന്ന് മണ്ട വയ്ക്കണേ, ഒന്ന് മണ്ട വയ്ക്കണേ. കുറച്ച് തണുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസം വന്നിരിക്കാനും ഇതിനൊക്കെ. ചെക്കന്മാരുണ്ട് പോലെ ഒന്ന് കുതിരാക്കാം. എന്താണ് ഇനി പോലെ എന്തൊക്കെ ചെക്കന്മാര് നല്ല വൈബിലാണുള്ളത്. ഓല് ഫുള്ള് കുന്തളിച്ച് നടക്കുക. നല്ല രസമുള്ള ഏരിയകളുണ്ട്, നല്ല രസമുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ രസമുണ്ട് ടീമുകളോട് കുറെ യൂറിയ ഇട്ട് കൊടുക്കാൻ പറയാം. എന്താണ് യൂറിയ? നമ്മളെ ഇന്നസെന്റിനെ പിടിച്ച് തെങ്ങുമ്പോ കെട്ടിയിടും. പോലീസുകാരാടാ, പോലീസല്ല. ഗെയ്സ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഗെയ്സ് ഞങ്ങള് കൊറേ മൂസിന്റെ കൊറേ കുന്തളിപ്പും മൂസിന്റെ കുറച്ച് മൂസിന്റെ കൊറേ നടത്തുണ്ടാവും, കൊറേ ചാട്ടം ഓട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ആ കുന്തളിപ്പൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോവാ. ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫോളോ ചെയ്യാ, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മള് യൂട്യൂബ് നിങ്ങള് വീഡിയോസ് കാണുന്ന കുറെ ആൾക്കാരുണ്ട്, പക്ഷെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ, എന്നാലല്ലേ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞ പോലെ ഞങ്ങള് തിരിക്കാണ്. നല്ല സൺസെറ്റ് ഉണ്ട്, കുറച്ചും കൂടെ സൺസെറ്റ് കാണാം. പക്ഷെ എങ്കിൽ സൺസെറ്റ് കാണാനുള്ള ഒരു ടൈമില്ല ഇപ്പൊ ഞങ്ങക്ക്. ഞങ്ങള് ഓൾറെഡി ലേറ്റ് പറഞ്ഞാൽ ഓനോട് 6 മണിക്ക് എത്താന്ന് പറഞ്ഞു. ഇപ്പൊ സമയം എത്ര? അയ്യോ, നല്ലൊരു മീനെ കിട്ടിയിട്ടുണ്ട്, അമൂറ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊന്ന് ഒരു വീഡിയോ അമൂറിനെ നന്നായിട്ട് നല്ല 2 അമൂറിനെ കിട്ടിയിട്ടുണ്ട്. ബോട്ടിൽ പോയി പിടിച്ചു വന്നാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകള്. ബീച്ച് ഇതാണ്. പുളിയാണ് ഈ സൈഡില്. വാളംപുളിയാണ് തോന്നുന്നത്. വാളംപുളി അല്ല, അതേമാതിരി ഒരു മരമാണ് തോന്നുന്നത്. ഇതാണ് തെങ്ങ്. തെങ്ങുള്ള ബീച്ച് നമ്മുടെ നാട്ടിലെ പോലെ ടിക്ടോക്കിലൊക്കെ മാറിക്കൊണ്ടിരിക്കണം. നല്ല വൈബുള്ള സ്ഥലം. വണ്ടി ഇവിടെ സൈഡാക്കാം നമുക്ക്. ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടെ ചെറിയ ഇതുണ്ടല്ലോ, നല്ല രസമുള്ള. അപ്പൊ ദുബായ് പോവാണ്. ഞങ്ങള് നടത്തും
ഇരുത്തും കടത്തൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞ് അതൊക്കെ ഇനി ഇൻസ്റ്റയിൽ തള്ളി മറിക്കും. ഇപ്പൊ ഞങ്ങളത് ദുബായ് പോവാണ്. പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും മൂന്നാളെയും ID. അതൊക്കെ കയറി ഫോളോ ചെയ്യാം, ലൈക്കും ചെയ്യാം. ഓക്കെ, ഏതായാലും ദുബായ് പോയിട്ട് ഇനി ഓനെ പൊക്കണതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഓരോരുന്ന് ഇങ്ങനെ വരും. ഓക്കെ, നമ്മൾ ഗ്ലോബൽ വില്ലേജിന്റെ മുന്നിൽ കൂടെ ഇപ്പോൾ പോണ കേട്ടോ. കവനീജിക്കാണ് നമുക്ക് പോകാനുള്ളത്, ചെക്കനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എത്ര ഇതിലെ കഴിയാന്നറിയില്ലല്ലേ ഈ ഗോകുൽ വില്ലേജ്? ഈ മാസം കഴിയാറാവില്ലല്ലോടാ? ചൂടാകുമ്പോൾ കഴിയും, ചൂടാകുമ്പോൾ കഴിയുന്നുണ്ടല്ലോ. ചിലപ്പോൾ അടുത്ത മാസത്തിലൊക്കെ ഈ വെക്കേഷൻ ടൈം കൂടെ കഴിയണം. നമ്മളെ നാട്ടിലത്തെ വെക്കേഷൻ ഉണ്ടല്ലോ, ജൂൺ ജൂലൈ ജൂണിലായിട്ട് കഴിയാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ വെക്കേഷനിൽ കുറെ ടീമുകളോട് വരുമല്ലോ നാട്ടിൽ നിന്ന്, അതും കൂടെ കഴിഞ്ഞിട്ട് തീർക്കലുള്ളൂ തോന്നുന്നു. അറേബ്യൻ സെന്റർ അല്ലേ? അറേബ്യൻ സെന്റർ. ഓക്കെ ഓക്കെ. കൂടെ ആകുമ്പോൾ നല്ല ട്രാഫിക് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പാർക്കിംഗ് തപ്പാം. പാർക്കിംഗ് അവിടെ ഒരു തോന്നൊരു 5 മിനിറ്റ് കൊണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് തരുമോ ഇല്ല, പഴയ സ്വഭാവം മാറ്റിക്കണോ ഇല്ല എന്നുള്ളത് ഒരു 2 മിനിറ്റ് തൊട്ട് അറിയാം. മുസ്ലിം എൻ്റെ ഫോണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2-3 മിനിറ്റ് ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആള് മിക്കവാറും പറഞ്ഞ് വിളിച്ച്, പക്ഷേ ആളിപ്പോൾ പോസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. 6:30 വരും എന്ന് പറഞ്ഞ മനുഷ്യൻ 7 മണിയായി നമ്മളിവിടെ എത്തുമ്പോൾ സമയം 8 മണി, 1 മണിക്കൂർ പോസ്റ്റ് ആയില്ലേ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? നിയാസ് വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വീണ്ടും, എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എഡിറ്റ് വെച്ചാ അവിടെ ChatGPT തന്ന കാർട്ടൂണാണ്. സൗബിൻ സാഹിറാണ് നിയാസ്. മൂസിന് വരെ പൃഥ്വിരാജിന്റെ ലുക്കുണ്ട്. എവിടെ കിടക്കണില്ല? ഞാൻ കിടക്കണോക്കാ നമ്മളെ ഓഫീസിലുള്ള ഗുർജിത് സിംഗ് ഉണ്ടല്ലോ, പ്രൈം ഓഫീസർ, സെയിം ലുക്ക്. ആര് അല്ല ആള് മിസ്സിംഗ് ആണ്. കേസ് വീഡിയോ ഓണാ. വീഡിയോ ആണോ? ആള് മിസ്സിംഗ് ആണ്. ഇവിടെ ആർക്ക് വിളിക്കുന്ന പോലെ അനിയൻ പോയിട്ടുണ്ട്, പക്ഷെ ആളെ കിട്ടുന്നില്ല. വിളിച്ചില്ല. ഇതിന്റെ അടിയിൽ വേറെ കൂടെ നമ്മളിവിടെ തപ്പി നടക്കേണ്ടി വരും അല്ലേ? ആ 2 എൻട്രൻസ് ഉണ്ടാവും. ഓൻ അവിടെ ആയിരിക്കും ഉണ്ടാവും. അവിടെ 2 എൻട്രൻസ് ഉണ്ട്. ഈ പെട്രോൾ പമ്പിന്റെ സൈഡാണുള്ളത്. അപ്പൊ ഗൈസ് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ അടുത്തേക്ക് ഇതാ പോന്ന്. അവനെങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ആളിപ്പോ വരും കേട്ടോ. അയ്യോ പോയേ, അയ്യോ പോയേ. എത്ര നേരം പോസ്റ്റാക്കി, പോസ്റ്റ് എത്തിയത് ആളിത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? എന്തെല്ലാം ഇതൊക്കെ ഉണ്ട്. സുഖം. പഠിച്ചത് കിടക്കുമ്പോ അവിടെ കിടന്നിട്ട്
ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ എല്ലാം ഓപ്പൺ ആണ്, ഒന്നും പറയാൻ പറ്റൂല. പക്ഷെ അന്ന് നമ്മളവിടെ പോയി കുളിച്ചരങ്ങടാ, നമ്മളാ ഓപ്പൺ ഏരിയയിൽ പോയി കുളിച്ചരങ്ങ അത് താലേക്ക് വയ്യ. ഇത് കോഴിക്കോട്ടായിട്ട് ഇജ് കുളിച്ചിട്ടില്ലല്ലോ അങ്ങനെ? കോഴിക്കോട് അങ്ങാടിയില് മറ്റേ വല്യങ്ങാടിയില് ഓപ്പൺ കിണർന്ന് വള്ളത്തിൽ മുക്കി കുളിച്ച്. അല്ല അതിന്റെ ഞാൻ വിട്ടില്ലേ അതിന്റെ തലേന്ന് തന്നെ? നിങ്ങളല്ല അന്ന് രാത്രി നിന്നിട്ട് പോയത്? ഇല്ല രാത്രി നിന്നിട്ടില്ല, രാവിലെ അവിടെ പോയി കുളിച്ച് ഉച്ചക്കാ പോയത്. ഓപ്പൺ ബാത്ത് മറ്റേ ഇവന്റെ സൽമാന്റെ ഓഫീസിന്റെ അവിടുന്ന് അങ്ങനെ പോയതല്ലേ? നമ്മള് ഇതിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയാലാന്ന് തോന്നുന്നു. പെട്ടി ട്രാൻസ്ഫർ ആണ്, വണ്ടി ട്രാൻസ്ഫർ ചെയ്യാണ്. രണ്ടെണ്ണം ഇതാ ഫുൾ സെറ്റപ്പിൽ പോണത്. എന്നിട്ട് പറയാം എന്താണ് നാട്ടിലത്തെ വിവരങ്ങൾ പറയാം. അന്ന് നാട്ടിലൊക്കെ പാടെ കൂടിയിട്ട് പിരിവെടുത്ത് കയറ്റി വിട്ടാന്നുള്ള അതിലുണ്ട് ഇതേമാതിരി നാട്ടിൽ നിന്ന് ചെക്കോസ്ലാവാക്കി നാട് കടത്താൻ വേണ്ടിട്ട് നാട്ടുകാര് 16 ലക്ഷം റുപ്യ പിരിവിടും. ആരിഫ് പറഞ്ഞത് ഇപ്പൊ അതാണ്. മോനെ അവിടുന്ന് പിരിവിട്ടുകാണ്ടാണ് നാട്ടുകാരൊക്കെ കൂടെ കൂടിയിട്ട് പിരിവിട്ടുകാണ്ട് കയറ്റിയാണെന്ന് പറഞ്ഞത്. അതിന് വല്ല അർത്ഥമുണ്ടോ? നാട്ടില് ചെറുതായിട്ട് അർത്ഥമുണ്ട് എന്താ പറയാ. 4 കൊല്ലം നാട്ടുകാരെ ഓർമ്മിച്ചില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ കൈ തരിക കണ്ണീരോട് കൂടിയിട്ട് പോലെ ആസിഫെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോരണോ, എനിക്ക് അവിടെ കുറച്ച് കമ്പനിക്കാർ കുടുംബക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് കാണണം. അങ്ങനെ പറഞ്ഞ് എങ്ങനെയൊക്കെ അങ്ങോട്ട് പോന്നതാ. പിന്നെ വീട്ടുകാർ തന്നെ പറയണ്ടല്ലോ, കരച്ചിലും വെച്ചിലും ആയിട്ട് ഒന്നും പറയണ്ട. ഞാനോട് ചോദിച്ചാ മതി എങ്ങനെയുണ്ട് ഓളറി. എന്തും പറയാലോ, എന്തും പറയാലോ. ഉള്ളതല്ലേ, സത്യസന്ധമായ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? എന്റെ കണ്ണിന്ന് വെള്ളം വന്നത് എന്താണെന്ന് അറിയോ? എയർപോർട്ടില് പിന്നെ മറ്റേ ഈ കൗണ്ടറിൽ നിൽക്കുന്ന പെണ്ണിൽ എയർ ഇന്ത്യന്റെ ആസിഫയ്ക്ക് പോവാണോന്ന് അതില് ഞാൻ അങ്ങോട്ട് തകർന്ന്. അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് തളർന്നത്. ഇത്ര എയർപോർട്ടിലുള്ള ആൾക്കാർക്ക് വരെ ഇഷ്ടല്ലേ ഞാൻ പോകുന്നത്. അതാണ് എനിക്ക്. അപ്പൊ എന്താ മറ്റേ അത് ഞാൻ പറഞ്ഞല്ലോ, അത് പറഞ്ഞ കുറച്ച് പ്രശ്നം, അതുകൊണ്ട് അതും കൊണ്ട് പറയണില്ല. ഓല് കരുതി എന്താണോ ഇനി ഈ വണ്ടി മാലി ഇനി ഞങ്ങൾ കോളറിനെ പിടിച്ചണല്ലോ എന്ന് ആലോചിച്ചു. ഇത്ര കാലം ഒരു 3-4 കൊല്ലത്തിന്റെ ഒരു ഇതിപ്പോ ഏതാണ് റോഡ് അതൊന്നും എനിക്കറിയില്ല. അബുദാബി റോഡ് അങ്ങോട്ട് കാണിക്കുന്നു. അബുദാബി കാണിക്കുന്നുണ്ട്. അതില് ഞാൻ അങ്ങനെ പോകും. ഇവനല്ലേനോ ദുബായ് മറ്റേ കലക്കി കുടിച്ച ആള്. ദുബായ് കലക്കി പിടിച്ചിട്ട് ലാസ്റ്റ് നമ്മള് വാട്ടർ കനാലില് വന്നതാ. ഞാൻ ദുബായ് കലക്കി കുടിച്ചാ കണ്ടിട്ട് ഏതോ ഗുദാമിൽ എത്തിച്ചടാ. ഒരു മാസം ഏതോ ദുബായിൽ അതൊരു നല്ല വിറ്റ്. കാദറിന് വേറൊരുത്തനെയും കൂടെ ഒരു ദിവസം ഞങ്ങള് മറ്റേ നമ്മള് ടാക്സിയിൽ ഫസ്റ്റ് വന്നില്ലേ, ആ ഉടനെ ഞാൻ എവിടുന്ന് ഒരു ഫുഡ് കഴിച്ചു ഷാബിന്ന്. റെസ്റ്റോറന്റ് എനിക്കറിയില്ല, എനിക്കൊരു ഓർമ്മ ഉണ്ട്. ഞാൻ എങ്ങനെ അന്ന് നമ്മള് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ട് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ ഒന്നും അറിയില്ലല്ലോ. എവിടുന്ന് ഒരു ഫുഡ് കഴിച്ചപ്പോ നല്ല അടിപൊളി ബീഫ്. അപ്പൊ ഞാൻ ബലോട് പറഞ്ഞാ നല്ല അടിപൊളി ബീഫ് ഉണ്ട്, കിട്ടുന്ന റെസ്റ്റോറന്റ് ഉണ്ട്, നമുക്ക് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അന്ന് ഈവനിങ് നൈറ്റ് ഡ്യൂട്ടിയാ, നൈറ്റിലാണ്. നമുക്ക് അവിടേക്ക് പോവാം ഓക്കെ പറഞ്ഞിട്ട് എന്റെ പിന്നാലെ കാദറും മറ്റോനും 2 വണ്ടി കാലി അടിച്ചാണ്. ടാക്സി കസ്റ്റമർ കൈ അടിച്ചാലൊന്നും നിർത്തൂല. ഫുഡ് കഴിക്കാൻ പോകണേ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ 11 കൂടി ഇങ്ങനെ കറങ്ങാം. ഒരു അരമണിക്കൂർ പിന്നാലെ കറങ്ങാം. ഞാൻ എങ്ങനെ നോക്കിട്ട് ആ റെസ്റ്റോറന്റ് കാണാനാ. ഞാൻ ഇത്ര 10 കൊല്ലം ഇവിടെ, പിന്നെ ഞാൻ ആ റെസ്റ്റോറന്റ് കണ്ടില്ല. ഞാൻ കറങ്ങിയിട്ട് ഇവരും ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവരും ചോദിച്ചു വല്ലതും നടക്കും. ഞാൻ ചോദിച്ചു നിങ്ങളെ കേട്ടാ, ഞാൻ ചോദിച്ചു നിങ്ങളെ കേട്ടാ. അപ്പൊ ചില റെസ്റ്റോറന്റ് ഞാൻ എന്റെ കേട്ടില്ല പോകണ്ടെന്ന് കരുതി പിന്നാലോട് പോരാന്ന് ചോദിച്ചെടുക്കിട്ട് മറ്റോനക്ക് ഭ്രാന്ത് കയറിയിട്ട്. സത്യം പറയണേ, ഇന്ന് വരെ ഞാൻ ആ റെസ്റ്റോറന്റ് പിന്നെ കണ്ടിട്ടില്ല.
എങ്ങനെ കാണും? ദുബായിൽ കൊടുത്തിട്ട് വാട്ടർ കനാല് പോയിട്ട് അത് അബുദാബിയിലൊക്കെ അല്ല, ദുബൈയില് വലിയ പരിചയമില്ലാത്ത ആൾക്കാർക്ക് വരെ അറിയുന്നതാണ് വാട്ടർ കനാലി. ഇവൻ കലക്കി കുടിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ 2-3 പ്രാവശ്യം ആരിഫുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഞാനുണ്ട് 2-3 പ്രാവശ്യം. ഈ ദുബായിലായിരുന്നു. ദുബായിത്തെ വലിയ ഞാൻ ദുബായില് ഗൂഗിൾ മാപ്പിനേക്കാൾ മാപ്പ് അറിയാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരിഫിന് ഇവര് ഒരു വട്ടം കൊണ്ടേക്കാണ്. ഞാൻ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം. ഞാൻ ഉണ്ടായത് എഡിറ്റിംഗ് ഒന്നല്ല, ഞാൻ നിങ്ങളത് കേട്ടോണ്ടൊക്കെയാണ്. എല്ലാവരും കഴിഞ്ഞിട്ട് വേണം അവന്റെ ഭാഗത്തു നിന്നുള്ളത് തുടങ്ങാൻ. നല്ല മൂസിന്റെ തള്ളിയേക്കാൻ സുഖ, നല്ലൊരു മൂഡിലിരുന്ന മൂളി കൊടുത്താൽ മതി. ഇനി ഞങ്ങളെ വ്ളോഗില് ഒരാളും കൂടെ കൂടി ഇടക്കിടക്ക് ഈ മുഖം കാണിക്കും. അടുത്ത പണി കിട്ടണ വരെ. എന്താണ് പക്ഷെ നാട്ടിലെ വൈബ് തന്നെ അല്ലേ? നാട്ടിലെ വൈബുള്ളവർക്ക് വൈബാണ്. നാട്ടിലെ വൈബുള്ളവർക്ക് വൈബാണ്. നാട്ടില് 4 കൊല്ലം നേരെ വാ നേരെ പോന്നുള്ള ആൾക്കാർ കൊല്ലം ഒരു പണിക്കും പോവാതെ മറ്റേ നാട്ടില് നിന്ന ഒരേ ഒരു വ്യക്തി ഞാൻ കണ്ട് അന്നത്തേനുള്ളൂ. എന്തെങ്കിലും ഒരു പണിക്ക് പോയിക്കണം. എന്തെങ്കിലും ഒരു കൂലി കിട്ടുന്ന ഒരു പണിക്ക് ഇജ്ജ് പോയിക്കണോ? ഇല്ലല്ലോ. മൊബൈൽ മരുന്നിട്ട് പൈസ ഉണ്ടാക്കി. മൊബൈൽ മരുന്ന് കണ്ട് ആരൊക്കെ പറ്റിച്ച് കണ്ട് പൈസ ഉണ്ടാക്കിക്കണു. അതല്ല, രാവിലെ എണീക്കുക, ക്രിക്കറ്റ് കളിക്കാൻ പോവാ. അതാണ് ഓന്റെ വൈബാണ്. നോക്കണം, 4 വർഷം സ്ഥിരമായിട്ട് ചെയ്ത പരിപാടിയാ. രാവിലെ എണീക്കുക, ക്രിക്കറ്റ് കളിക്കാൻ പോവാ. പിന്നെ ഉച്ചക്ക് 10 മണിക്ക് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ആരെങ്കിലും പറ്റിച്ചുകാണ്ട് 100 ഉണ്ടാക്കുക. എന്നിട്ട് കിടന്നുറങ്ങുക. വൈകുന്നേരം നീക്കുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. ഇതേ ഉള്ളൂ. എന്നിട്ട് ആസിഫേ ഞങ്ങള് അവിടെ വരുന്നുണ്ടാ, അന്ന് കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റേ ആരിഫ് വിളിച്ചുകൊണ്ട് ചോദിക്കണേ, ആസി ഒന്ന് കാണണം, ഒന്ന് മീറ്റ് ചെയ്യണോ, പറ്റുമെന്നറിയില്ല. ഫുൾ ബിസി. അപ്പൊ ഒരു ഷെഡ്യൂളിട്ട് അയച്ചില്ല. 10 മണിക്ക് ഇക്കാക്കാന്റെ കൂടെ, 12 മണിക്ക് വൈഫിന്റെ കൂടെ, 11 നാള് ആരിഫിന് മറ്റേ ഷെഡ്യൂൾ അയച്ചു കൊടുത്തിക്കണേ. ഇതാണ് ഇന്നത്തെ ഷെഡ്യൂള്. ഇതിലൊന്നും ഒരു ഒഴിവില്ല. ഇല്ല, ഞാൻ സത്യം പറഞ്ഞല്ലേ അത് നോണാണോ? പക്ഷെ എന്തല്ല, ഈ 4 കൊല്ലം കൊണ്ട് ട്രിപ്പോട് ട്രിപ്പ് പോവാൻ ഡെയിലി ട്രിപ്പടാ നാട്ടില്. കള്ളക്കടത്തിൽ നിന്ന് പണി എന്തായിരുന്നു? ട്രിപ്പ് നല്ല ട്രിപ്പ് അടിച്ച് ട്രിപ്പോട് ട്രിപ്പ് പറഞ്ഞ ട്രിപ്പില് ഈ 4 കൊല്ലാണ് അവൻ ജീവിച്ചത് ശരിക്കും. മണാലി, അല്ല ബോംബെ, കാശ്മീര്, ഗോവയിലൊന്ന് പോയിന്. ഗോവയില് പോയി. അതിന്റെ കഥ പറയണ്ടല്ലോ. ഗോവയിൽ പോയിട്ട് നമ്മളെ മര്യാദക്ക് സ്ഥലം കണ്ടു പോകുന്നതാണ്. പക്ഷെ ഈ ഗോവ എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടായിരിക്കും ഒരു അല്ല, അത് ശരി തന്നെയാണ്. അല്ലെ, വേറെ എന്തിനോ പോവാണെന്ന്, വേറെ എന്താന്നുള്ള എനിക്കറിയില്ല അവിടെ വേറെ എന്താ കിട്ടുന്നത്. നമ്മള് ബീച്ച് കാണാൻ പോയി, പിന്നെ അല്ലറ ചില്ലറ സ്ഥലം, പിന്നെ മറ്റേ നമ്മളെ മുങ്ങലുണ്ടല്ലോ, എന്താ സ്കൂബ ഡൈവിങ്, അതിന് പോയി. അതൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഗോവ എന്ന് പറയുമ്പോ വേറെ എന്തോ ആണ് നാട്ടുകാർ വിചാരിക്കുന്നത്. എന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. നാട്ടുകാർ അങ്ങനെ പലതും വിചാരിക്കുമെങ്കിലും അത് സത്യമാണെന്ന് തെളിയിച്ചാണ് ഇല്ല, എനിക്കറിയില്ല എന്താണ് നാട്ടുകാർ വിചാരിക്കുന്നത്. പിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഗോവ എന്ന് പറയുമ്പോ വേറെ എന്തോ പരിപാടി. നമ്മൾ പോയിട്ട് അതൊന്നും കണ്ടില്ല. അതാണ് എനിക്കൊരു ഡൗട്ട്. ആ കഥ എനിക്ക് പറഞ്ഞ കഥകൾ മൊത്തം തീക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇത് സെൻസർ ബോർഡിന് കൊടുക്കേണ്ടി വരും. പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും ചെയ്യും. അതുകൊണ്ട് നമ്മളത് പറയില്ല. നിങ്ങളിതൊക്കെ വെറുതെ പറയാന്നുള്ളതല്ല എനിക്ക് പറയാം. നിങ്ങൾക്കൊരു സമാധാനം കിട്ടുമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇന്ന കരിവാരി തേക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് നടന്നോട്ടെ, നിങ്ങൾക്ക് അതിലാണ് സന്തോഷമെങ്കിൽ അതിന് ഞാൻ അനുവദിച്ചു തരാലോ. കുഴപ്പമില്ല. കുറ്റം ഞങ്ങൾക്ക് നിങ്ങളെ സന്തോഷമാണ് എനിക്ക് പ്രധാനം. അത്രേ ഉള്ളൂ. ആസിഫിന്റെ ഒരു പാട്ടുണ്ട്. അടുത്തതായിട്ട് ആസിഫിന്റെ പാട്ട്. ഞങ്ങൾ ഏകദേശം അബുദാബി എത്തി, ഗന്തൂത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആസിഫിന്റെ ഒരു പാട്ടുണ്ട്. ആസിഫ പാടിക്കോ. അപ്പൊ എല്ലാരും കൂടെ ഒന്ന് ഓക്കെ സെറ്റ് ആക്കണ്ടോ? ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം, ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം, ഇരുൾ മൂടിയൊരു വഴിയിൽ എന്തുണ്ട് സ്വന്തം,
ഇരുൾ മൂടിയൊരു വഴിയിൽ എന്തുണ്ട് സ്വന്തം ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം ഈടവഴിയേ വരണം അവളുടെ നിർബന്ധം ഭ്രാന്തായാൽ ഭ്രാന്തായാൽ എന്ത് സുഖം സക്കറാത്തിൽ മൗത്തെന്തു രസം ഭ്രാന്തായാൽ എന്ത് സുഖം സക്കറാത്തുൽ മൗത്തെന്തു രസം. പോരെ അടിപൊളി അടിപൊളി അടിപൊളിയേ. താങ്ക് യു. അപ്പൊ ഞാൻ അടുത്ത് അതിന്റെ ബാക്കി ഉണ്ട്. ഞാൻ പിന്നെ അത് ഒരുപാട് അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. കൊടുലാക്ക് കൊടും കാട്ടിനുള്ളിലെ കൊള്ളിക്കൊരുലാക്ക് ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക് ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക് കൊടുവാളാൽ തുണ്ടം തുണ്ടം മരിഞ്ഞതോർക്ക് കൊടുവാളാൽ തുണ്ടം തുണ്ടം മരിഞ്ഞതോർക്ക് കൊട്ടാരത്തിൽ നിന്നത് ലൈലാന്റെ അറാക്ക് ഭ്രാന്തായാൽ ഭ്രാന്തായാൽ എന്തു സുഖം സക്കറാത്തുൽ മൗത്തെന്തു രസം ഭ്രാന്തായാൽ എന്തു സുഖം സക്കറാത്തുൽ മൗത്തെന്തു രസം. വഴി ദൂരമുണ്ട് ഇനിയും എത്രയോ നാളൻ വഴി ദൂരമുണ്ട് ലൈലാന്റെ ഖസറിൻ അലങ്കാരം കണ്ട് ലൈലാന്റെ ഖസറിൻ അലങ്കാരം കണ്ട് അതിനാല് നിസ്കാരം ജമ്മും കസറുണ്ട് അതിനാല് നിസ്കാരം ജമ്മും കസറുണ്ട് അവകാശിയായി ഞാനല്ലാതെ ആരുണ്ട് ഭ്രാന്തായാൽ ഭ്രാന്തായാൽ എന്തു സുഖം സക്കറാത്തുൽ മൗത്തെന്തു രസം ഭ്രാന്തായാൽ എന്തു സുഖം സക്കറാത്തുൽ മൗത്തെന്തു രസം സക്കറാത്തുൽ മൗത്തെന്തു രസം സക്കറാത്തുൽ മൗത്തെന്തു രസം. അടിപൊളി. അപ്പൊ ഗൈസ് അടുത്തൊരു പാട്ട് ജോസഫത്തെ പണ്ട് പാടവരമ്പത്തിലൂടെ കൂടെയുമെടുത്ത് ചെറുഞാന നടന്നൊരു കാല തന്ന് ഓടി നടന്നൊരു പെണ്ണെ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ട് വരച്ച് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ള ഒരു കൈരോലക്കൂട്ടത്തിനോരത്ത് നിൽക്കണൊരാൾ മരത്തിൽ ചോട്ടിലിരിക്കണ ദേവിക്ക് ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് നാട് നടന്നൊരു കാല തന്ന് ഓടി നടന്നൊരു പെണ്ണെ പാണന്റെ പാട്ടിനെന്നും താളം പിടിച്ചും പെണ്ണ് താളത്തിനൊത്ത് നല്ല ചോട് വെച്ചിടും പാടത്തിനോരത്തവളെന്നും ഇരിക്കും തെച്ചി പൂവ് പറിക്കാനായി മെല്ലെ നടക്കും പാൽക്കാരൻ പയ്യനെ കാണാൻ പാടവരത്തിൻ വരവിലിരുന്ന് ആരും അറിയാതെ അവളൊന്നു മെല്ലെ നോക്കിയിടും പിന്നെ പുഞ്ചിരി തൂകിയിടും പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് നടന്നൊരു ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ട് വരച്ച് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് കുറെ പാട്ടുകളൊക്കെ ആയിട്ട് ആസിഫും ഇനി ഞങ്ങളെ കൂടെ ഉണ്ടാവും. ഇപ്പോ ആസിഫിനെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഗേസ് ഇതേപോലത്തെ നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് ഇനി ആസിഫ് ഉണ്ടാവും നമ്മളെ കൂട്ടത്തില്. നാണം കെടുത്തല്ലേ നാണം കെടുത്ത. അപ്പോ
ഇങ്ങനത്തെ കുറെ പാട്ടും ഇങ്ങനത്തെ കുറെ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരും. അപ്പൊ അതിന് വേണ്ടിട്ട് നിങ്ങളെ സപ്പോർട്ട് വേണം. അതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് നിങ്ങളെ സപ്പോർട്ട്. ബെല്ലൈക്കണും നെക്കിട്ട് ഞങ്ങളെ സെറ്റാക്കി തരിക, സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ അടുത്തൊരു അൽക്കുലത്ത് വീഡിയോ ആയിട്ട്, നല്ല വീഡിയോ ഒന്നും നമ്മൾ പറയില്ല, അൽക്കുലത്ത് വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഗുഡ് നൈറ്റ് പറയണ്ടല്ലേ? അപ്പൊ ഓക്കെ, ബൈ ബൈ. അടുത്തൊരു പാട്ടിന് വേണ്ടിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അടുത്ത വ്ളോഗിൽ എന്തായാലും ആസിഫിന്റെ ഒരു പാട്ട് വീണ്ടും ഉണ്ടാവും. ഓക്കെ ബൈ. അപ്പൊ മൂസിയ ഒരു ബൈ. ബൈ.